ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, പരീക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 5-ാം തീയതി SLC-കാർക്കും തൊട്ട് പിന്നാലെ നമ്മുടെ ഹയർ സെക്കൻഡറിക്കാർക്കും തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ SSLC, +1, +2 അവസാന സമയത്ത് ഒരുപാട് പേര് നല്ല കോൺഫിഡൻറ്റിലാണ് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി ഒരു ബൂസ്റ്റ് നൽകാനാണ് ഈ വീഡിയോ. മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ 10 വർഷവും 12 വർഷവും ഒക്കെ പഠിച്ചത് ഇനി നിങ്ങൾ വരാൻ പോകുന്ന 10-15 ദിവസങ്ങൾക്കുള്ളിൽ വെറും 2-2.5 മണിക്കൂറും കൊണ്ട് പരീക്ഷാ പേപ്പറിൽ ആ ലിമിറ്റഡ് സമയത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് അറിയിക്കാൻ പോകുന്ന വളരെ വിലപ്പെട്ട നിമിഷമാണ്. നിങ്ങൾ ഇതുവരെ എടുത്ത എഫർട്ടിന്റെ ഒക്കെ ഫലം നമ്മൾ ആ പരീക്ഷാ പേപ്പറിൽ പകർത്തി എഴുതാൻ പോവുകയാണ്, നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ എന്തിൻ്റെയെങ്കിലും ആശങ്ക വേണോ, ടെൻഷൻ വേണ്ടോ? 100% പറയും, വേണ്ട. ഒരു തരത്തിലുള്ള ആശങ്കയും ടെൻഷനും വേണ്ട. കാരണം നമ്മൾ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ് അതിന്റെ കോൺഫിഡൻസിലാണ് അവസാന പരീക്ഷ എഴുതാൻ പോകുന്നത്. 20% ചോദ്യങ്ങൾ കടുപ്പമാകുമെന്ന് പേടിപ്പിച്ചവർ തന്നെ അവർ മാറ്റി പറഞ്ഞിരിക്കുന്നു. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു, അത്തരത്തിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ വർഷം SLC പരീക്ഷകൾ എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെ കടുപ്പമേറിയതാക്കാതെ നിങ്ങളുടെ മുന്നിൽ എന്തുണ്ടാകും, ക്വസ്റ്റ്യൻസ് വരും. കൃത്യമായിട്ടുള്ള സമയം വിനിയോഗിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. കൃത്യമായ ഓർഡറിൽ എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റിൽ പാസ് മാർക്ക് ഉറപ്പിക്കാനുള്ള വളരെ സിമ്പിൾ ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പാസ് മാർക്ക് എന്ന് പറയുന്ന ചെറിയൊരു ബ്രിഡ്ജ് മാത്രമാണ്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് മേടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാ സമ്മറികളും പഠിച്ചുകൊണ്ട് പോകുന്നു, മാത്സിലാണെങ്കിൽ എല്ലാ ഇക്വേഷൻസും കൊണ്ടുപോകുന്നു. ഏത് ക്വസ്റ്റ്യൻ ആയാലും സധൈര്യം ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഴുതിയെടുത്തുകൊണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ട്, മലയാളമൊക്കെ ആണെങ്കിൽ പൊലിപ്പിച്ച് എഴുതിക്കൊണ്ട് നമ്മളെ A+ അല്ലെങ്കിൽ വലിയ ഗ്രേഡുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതയും നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നതാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ തന്നെ 7-ാം തീയതി വാല്യുവേഷൻ തുടങ്ങിയാണ്. അപ്പോൾ വാല്യുവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നിലവിലെ അപ്ഡേറ്റുകൾ അനുസരിച്ച് വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പണിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ടെൻഷൻ അവർക്കറിയാം, നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ടീച്ചർമാർക്കറിയാം, നിങ്ങളുടെ അധ്യാപകരുടെയും നിങ്ങളുടെ രക്ഷകർത്താക്കളുടെയും മനസ്സ് വായിക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു കടമ്പ, നിങ്ങൾ ഇനി ഒന്നേന്ന് പഠിച്ചു തുടങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. ഇതുവരെ പഠിച്ചത് എന്താണോ, ഇതുവരെ നിങ്ങൾ വായിച്ചത് എന്താണോ, ഇതുവരെ മനസ്സിലാക്കിയത് എന്താണോ, അതിനെ ഒന്നുകൂടി അവസാന സമയത്ത് ബ്രഷ് ചെയ്ത് റിവൈസ് ചെയ്ത് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരൊറ്റ റിഗ്രറ്റ് നിങ്ങൾ അടിക്കാൻ പാടില്ല. കാരണം എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറിയാമായിരുന്നു, ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് പഠിച്ചായിരുന്നു, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന റിഗ്രറ്റ് അടിക്കാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് എഫർട്ട് എടുക്കുക എന്നുള്ളതാണ്. അറിഞ്ഞുകൂടാത്തൊരു ക്വസ്റ്റ്യൻ വിട്ടാൽ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചിട്ട് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതിയാൽ മതി. പക്ഷെ അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തെറ്റിക്കാനുള്ള ഒരു ഇട നമ്മുടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു പ്രിപ്പറേഷൻ ഇല്ലായ്മ കാരണം ഒരിക്കലും വരരുത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മക്കളെ, SSLC, +1, ഞാൻ ഈ 3 സബ്ജക്ട്സും എടുത്തു പറയാണ്. 3 ബ്രാഞ്ചുകാരോടുമാണ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും ഇത്തരത്തിൽ മോഡൽ എക്സാം ഏത് രീതിയിലായിരിക്കുന്നു അതിനനുസരിച്ച് വലിയ ടഫ്നെസ്സുകൾ ഇല്ലാതെ നിങ്ങളുടെ പബ്ലിക് എക്സാമും തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ വർഷം +2-ൻ്റെയൊക്കെ കെമിസ്ട്രിയും മറ്റ് സയൻസ് വിഷയങ്ങളും ടഫാക്കിയപ്പോൾ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ വേദനകളും ആശങ്കകളും അതിനുശേഷം വന്ന മാർക്കിന്റെ വ്യത്യാസമൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാണ്. അത്തരം ഒരു പോരായ്മ അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം ഇത്തവണ ആവർത്തിക്കില്ല എന്ന് തന്നെ നിലവിലെ അപ്ഡേറ്റുകൾ അനുസരിച്ച് നമുക്ക് പറയാം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നു, അവസാന സമയം നന്നായിട്ട് വിനിയോഗിക്കുക, റിലാക്സ്ഡ് ആയിരിക്കുക, ടെൻഷൻ ഇല്ലാതിരിക്കുക. കാരണം നമ്മുടെ മഹാനായിട്ടുള്ള ലൂഥർ കിങ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭയക്കേണ്ട ഒരേ ഒരു കാര്യം ഭയം മാത്രമാണ്. ഭയം ഇല്ലാതെ നിങ്ങൾ പോയി എഴുതി നോക്കൂ. നിങ്ങൾക്ക് അറിയാവുന്നതിലും അധികം ആ പരീക്ഷാ പേപ്പറിനെ മനോഹരമാക്കി പേപ്പർ നോക്കാൻ പോകുന്ന ടീച്ചർമാരെ ഇംപ്രഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രിക്സും ടിപ്സും എല്ലാം ആ പരീക്ഷ പേപ്പറിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ നിർത്തുന്നു. ബൈ.